കർത്താവിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാമത്തെ വചനം. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ കർത്താവായ യേശുവിനെ ദൈവം, പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത്. ആ അഭിഷേകത്തിലൂടെ കർത്താവായ യേശു ഭൂമിയിൽ പ്രവർത്തിച്ച കാര്യങ്ങളാണ് പത്രോസ്ലിയ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസിൻ്റെ പത്രോസ്ലിയയുടെ പ്രസംഗത്തിലാണ് അത് പറയുന്നത്. അവർ അത് കണ്ടതാണ്, കേട്ടതാണ്, അനുഭവിച്ചതാണ്. കർത്താവിൻ്റെ കൂടെ 3.5 വർഷക്കാലം സഞ്ചരിക്കുകയും കർത്താവിനെ തൊട്ടും കർത്താവിൻ്റെ സംഭാഷണങ്ങൾ കേട്ടും കർത്താവിനോടൊപ്പം ശുശ്രൂഷിച്ചും അങ്ങനെയൊക്കെ കർത്താവിനെ അടുത്തറിഞ്ഞ കർത്താവിൻ്റെ ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവിൽ പിതാവിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച് സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായി ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ഏകദേശം 40 ദിവസങ്ങളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്നും ജനത്തോട് പ്രസംഗിച്ച് സാക്ഷിയിരിപ്പാൻ കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ ന്യായാധിപതിയായി ഒരിക്കൽ കർത്താവ് വെളിപ്പെടുമെന്നും അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നു എന്നും നിങ്ങൾ പ്രസംഗിക്കണം, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം, എൻ്റെ കൂടെ നടന്ന് എൻ്റെ ശിഷ്യന്മാർ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയണമെന്ന് കൽപ്പിച്ചു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയത്. അതിന് കർത്താവിൻ്റെ ശക്തി പകർന്നു കൊടുത്തു. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ, ദൈവത്തെ പ്രസംഗിക്കുവാൻ, ദൈവത്തെ ഘോഷിച്ചുല്ലസിപ്പാൻ, കർത്താവ് ആരാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവം അയച്ചിട്ട് വന്നതാണ് എന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തി കർത്താവ് ഈ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. അതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരുന്നു. അപ്പോൾ ഈ കർത്താവിൽ ഇരുന്ന ആത്മാവ്, ആ ആത്മാവ് എന്തായിരുന്നു നമുക്ക് ചിന്തിക്കാം. യെശയ്യാപ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 1-ഉം 2-ഉം വചനം വായിച്ചാൽ, ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഒരു മുള പൊട്ടിപ്പുറപ്പെടും, ഒരു കൊമ്പ് ഫലം കായ്ക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ മേൽ വസിച്ചിരുന്ന ആത്മാവിനെക്കുറിച്ച് വേറെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതായത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ മേൽ വസിക്കാൻ പോകുന്ന ആത്മാവിനെക്കുറിച്ച് മുന്നവേ കുട്ടി പ്രവാചകൻ എഴുതിയിരിക്കുകയാണ്. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അത് നമ്മൾ കണ്ടു. കർത്താവായ യേശു ക്രിസ്തു സ്നാനക്കടവിൽ ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വസിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഈ വസിക്കുന്ന കർത്താവിൻ്റെ ജനം തന്നെ ദൈവാത്മാവിലാണ്. കർത്താവിൻ്റെ ബാല്യത്തിൽ തന്നെ ആത്മാവ് നിറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജ്ഞാനത്തിലും ഒക്കെ വളർന്ന പൈതലായിരുന്നു. അത് കഴിഞ്ഞ് സ്നാനക്കടവിൽ വെച്ച് സ്നാനപ്പെട്ടു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് വസിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ കണ്ടാണ്. മാത്രമല്ല യോഹന്നാൻ സ്നാപകനോട് ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ച് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങി വസിക്കുകയും ചെയ്യുന്നു, അവനാകുന്നു തീയാലും പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്യുന്നവൻ. ഇവിടെ യോഹന്നാൻ സ്നാപകൻ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഈ കർത്താവിൻ്റെ മേൽ വസിച്ചിരുന്ന ആത്മാവാണ് യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെ ആത്മാവ് തന്നെ. അവൻ്റെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. യഹോയുടെ ആത്മാവ് വസിക്കുമ്പോൾ, പരിശുദ്ധ ആത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുമ്പോൾ തന്നെ ഒരു പാക്കേജ് പോലെയാണ് അത് കിട്ടുന്നത്. പക്ഷെ അത് ദൈവമക്കൾ അത് തിരിച്ചറിയുന്നില്ല. ദൈവമക്കൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് സംശയവും അവിശ്വാസവും നിമിത്തം അത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല.
സെൻസ് ചെയ്യാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇവിടെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ജ്ഞാനം, ദൈവിക ജ്ഞാനം, ലോകത്തിൻ്റെ ജ്ഞാനമല്ല. ലോകത്തിൻ്റെ ജ്ഞാനം നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, മനസ്സുകൊണ്ടും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ണുകൊണ്ട് കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും വായിച്ചും ഒക്കെ നമ്മുടെ ലോകപരമായിട്ടുള്ള ഏത് ജ്ഞാനവും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ദൈവിക ജ്ഞാനം മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് തന്നെ വേണം. അത് ദൈവിക ജ്ഞാനം, ദൈവിക ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ആ സ്പിരിറ്റ് നമ്മൾ വസിക്കണം. അതിനായി നമ്മൾ പ്രാർത്ഥിക്കണം. ജ്ഞാനം ഒരു വലിയ കാര്യമാണ്. ആത്മമണ്ഡലത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ആ ജ്ഞാനം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ജ്ഞാനം, വിശുദ്ധിയുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കാനുള്ള ജ്ഞാനം, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിലൂടെ ജീവിക്കാനുള്ള ജ്ഞാനം, അത് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ഗിഫ്റ്റാണ്. അത് ജ്ഞാനം ദൈവത്തിൻ്റെ ഒരു വലിയ ഗിഫ്റ്റാണ്. അത് ചോദിച്ചു വാങ്ങും. ഒരു ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവൻ ചോദിക്കണമെന്ന് ബൈബിളിൽ പറയുന്നു. ദൈവത്തോട് ആ ജ്ഞാനം ചോദിച്ചു വാങ്ങണം. ആത്മതലങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ, ഉൾക്കൊള്ളണമെങ്കിൽ, പ്രാർത്ഥിക്കണമെങ്കിലും അത് തന്നെ ആവശ്യമാണ്. അപ്പം ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, വിവേകം കൂടെ, അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ആത്മാവിനെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് മനസ്സിലാകത്തില്ല. വിവേകത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആത്മാവാണ്. നമുക്കൊരു കാര്യം, ഒരു വചനം തന്നെ എത്രയോ പ്രസംഗങ്ങൾ കേൾക്കുന്നു. ആ പ്രസംഗങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ആ തിരിച്ചറിവ് നമുക്ക് കിട്ടണമെങ്കിൽ അതിന് നമുക്ക് വിവേകത്തിൻ്റെ ആത്മാവ് കൂടിയേ തീരൂ. ദൈവമക്കൾ അത് ദൈവത്തോട് ചോദിക്കണം. ക്രിസ്തുവിൽ ഇരുന്ന ആത്മാവ്, യേശു ക്രിസ്തുവിൽ ഇരുന്ന ആത്മാവ് തന്നെ നമുക്ക് വേണം. ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആലോചനയുള്ള അരുളപ്പാടുകളും, അത് ഒന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് കേൾക്കണം. ദൈവദാസന്മാരിലൂടെയും ദൈവത്തിൻ്റെ ആലോചനയുള്ള അരുളപ്പാടുകൾ നമ്മെ അറിയിക്കാറുണ്ട്. തിരുവെഴുത്തുകളിലൂടെ നമുക്ക് ആലോചനകൾ ലഭിക്കാറുണ്ട്. ഈ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും വെളിപ്പാടുകളിലൂടെയൊക്കെ ദൈവം സംസാരിക്കും. അവിടെയൊക്കെ ആലോചന ലഭിക്കാറുണ്ട്. ആലോചന ദൈവത്തിങ്കിൽ നിന്നാണ്. ദൈവമാണ് നമുക്ക് ദൈവിക വിഷയങ്ങളിൽ ആലോചനകൾ തരുന്നത്. നമ്മൾ ഭൗമിക വിഷയങ്ങളിലാണെങ്കിലും ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നാം എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കാം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യം ദൈവത്തിൽ നിന്ന് ചോദിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് അത് സക്സസ് ആയി തീരും. അപ്പോൾ ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, ദൈവിക ബലം കൂടാതെ ഒരു മനുഷ്യന് ആത്മമണ്ഡലത്തിൽ അവൻ്റെ ആത്മാവിന് ബലം കിട്ടത്തില്ല. ദൈവിക ബലം നമ്മുടെ ആത്മാവിൽ കടന്നു വന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സ് തളർന്നു പോകും. ആത്മാവും തളരും, മനസ്സും തളരും. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ദൈവത്തോട് അടുക്കുവാൻ കഴിയത്തില്ല. എല്ലായ്പ്പോഴും നമുക്ക് പെറുപെറുപ്പും വേദനയും പ്രയാസവും കഷ്ടം മറ്റു പല കാര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതൊരു വലിയ പ്രോബ്ലമാണ്. ദൈവിക ബലം പലപ്പോഴും ദൈവമേ ബലം തരണമേ, ശക്തീകരിക്കണമേ, അത് കിട്ടുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർക്കാണ്. കർത്താവിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആലോചന, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുന്നവരാണ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് ആമേൻ പറഞ്ഞ് എഴുന്നേറ്റ് പോവുക പറയും. എന്നാൽ കർത്താവിൻ്റെ ആലോചനയോ കർത്താവിൻ്റെ ശബ്ദമോ നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനെ കേൾക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആത്മീയ ജീവൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവീയ ബലമാണ്. യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത്. ശക്തി കിട്ടണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, ധ്യാനിക്കണം, നമ്മോടുള്ള ദൈവത്തിൻ്റെ ആലോചന ചോദിക്കണം, നാം ദൈവത്തോട് സംസാരിക്കണം, ദൈവം നമ്മളോട് സംസാരിക്കണം. ആ ഒരു ലെവലിൽ വരണമെങ്കിൽ ആത്മാവും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണം. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിനാണ് ദൈവിക പരിജ്ഞാനം വേണം. ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് നമുക്ക് ആവശ്യമാണ്. എന്ന് വെച്ചാൽ നോളേജ്. വേദപുസ്തകത്തിൽ ഇല്ലാത്ത നോളജൊന്നുമില്ല. വേദപുസ്തകത്തിൽ നമുക്ക് എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവം നേരിട്ട് മോശയ്ക്ക് പ്രമാണങ്ങൾ കൊടുത്തു. ആ പ്രമാണത്തിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കർത്താവ് ഭൂമിയിൽ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവവുമായി നമ്മൾ ഏതെല്ലാം രീതിയിൽ സഹകരിക്കുമോ, ഏതെല്ലാം രീതി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലും
പരിശുദ്ധാത്മാവിനാൽ നമ്മളിരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി കണക്ട് ചെയ്ത് ദൈവത്തോട് അടുക്കുന്നതാണ്. അങ്ങനെ നമുക്ക് നോളജ് വർദ്ധിക്കാൻ കഴിയും. ദൈവത്തോടുള്ള ബന്ധത്തിൽ, ആത്മമണ്ഡലവുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവുമായുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ തലങ്ങൾ നമുക്ക് തുറക്കപ്പെട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആത്മമണ്ഡലത്തിലുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുന്നതും ദൈവവുമായിട്ടുള്ള കണക്ഷനിലാണ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കണക്ഷനിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ആ ജ്ഞാനം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെ ആത്മാവ്. യഹോഭക്തി എന്ന് പറയുന്നതിലൂടെ ദൈവഭയം എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവഭയം ഉണ്ടെങ്കിൽ മാത്രമേ നിശ്ചയമായിട്ട് ദൈവത്തെ അനുസരിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവഭയമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ പാപം ചെയ്യാതിരിക്കാൻ കഴിയത്തുള്ളൂ. പാപത്തെ വിട്ടകലണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും വേണം. സ്നേഹവും വേണം, ഭയവും വേണം. ഇല്ല എങ്കിൽ പലപ്പോഴും പാപത്തിന് അടിമയായിപ്പോകും. അപ്പോൾ യഹോവ ഭക്തി, ദൈവത്തോടുള്ള ഭക്തി വർദ്ധിക്കുന്നത് ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള സ്നേഹം. അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. ഈ പറഞ്ഞ ആത്മാവ്, അതായത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെ ആത്മാവ്, ഈ ആത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. ആ വ്യക്തിയുടെ സന്തോഷം മുഴുവൻ കർത്താവിലായിരിക്കും. അതുകൊണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയും, നിങ്ങൾ സന്തോഷിപ്പിൻ, എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിപ്പാൻ. അപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ, അഭിഷിക്തർ കർത്താവിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവൻ നിശ്ചയമായിട്ടും അവരുടെ പ്രമോദം കർത്താവിലാണെന്ന് വരികിൽ ഈ ആത്മാവും നമ്മൾ വസിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ 5-6 അന്യഭാഷ പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മ നിറവിലാണ്, ഞങ്ങളെ കഴിഞ്ഞ് വേറെ ആരുമില്ല, ഞങ്ങൾ ദൈവഭക്തരാണെന്നുള്ളൊരു ചിന്ത ഒരു കപടഭക്തിയാണെന്നൊക്കെ. വാസ്തവത്തിൽ അതൊക്കെ കപടഭക്തിയാണ്. ഒരു വ്യക്തി കർത്താവിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവന് പാപം കൂടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിൽ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ പ്രമാണങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിക്ക് മാത്രമേ കർത്താവിൽ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ വചനമനുസരിച്ച് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പ്രാർത്ഥനയിൽ അധികം സമയം ചെലവിടാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവുമായിട്ട് കണക്ഷൻ, അവർക്ക് ഏറെ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആരാധനയിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അതായത് കർത്താവിന് നേരെ വിരൽ ചൂണ്ടാതെ വണ്ണം നമുക്ക് വരുന്ന കുറവുകൾ, നമുക്ക് വരുന്ന ബലഹീനതകൾ, നമുക്ക് വരുന്ന പരാജയങ്ങൾ, അതിനെ കർത്താവിൻ്റെ മേൽ കുറ്റം ചുമത്താതെ വണ്ണം കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ കർത്താവിൽ പ്രമോദിക്കുന്നത്, കർത്താവിൽ സന്തോഷിക്കാൻ പറ്റുന്നത്. അവിടെ പറയുന്ന, അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയല്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. യേശുക്രിസ്തുവിനെ കുറിച്ചായി പറയുന്നത്. അപ്പോൾ പലപ്പോഴും നാം പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാരണം, കാണുന്നതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പോകും. കാണുന്നതിനനുസരിച്ച്, കേൾക്കുന്നതിനനുസരിച്ച് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം, അത് ദൈവമക്കളിൽ നിന്ന് ഒഴിവാകാം. യേശുക്രിസ്തു അത് ചെയ്തിരുന്നില്ല. ഭൂമിയിലായിരുന്നപ്പോൾ നമ്മുടെ മോഡൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. നമ്മുടെ ഗുരു, നമ്മുടെ അരുമനാഥനായ കർത്താവ് തന്നെയാണ് നമുക്ക് മാതൃക. കർത്താവ് ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ പറയുന്ന പോലെ ഒന്നും പ്രതികരിച്ചിരുന്നില്ല. എന്തിനേറെ കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പോലും കർത്താവ് പ്രതികരിച്ചിരുന്നില്ല. കർത്താവ് പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷ കിട്ടുമായിരുന്നില്ല, ഒരിക്കലും നമുക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയുമായിരുന്നില്ല, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയും ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെയും നാം പ്രതികരിക്കാതെ വേണം ദൈവമക്കൾ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നുവെങ്കിൽ നാം പ്രാപിച്ച ആത്മാവ് നമ്മിൽ നിലനിൽക്കും. മാത്രമല്ല, നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. കർത്താവായ യേശുക്രിസ്തുവിൽ വസിച്ചിരുന്ന അതേ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്യണം. ഇവിടെ പത്രോസ്ലീഹ പറയുന്നു. പത്രോസ്ലീഹയ്ക്കത് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായി. കർത്താവ് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം തന്നെ അവർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ഗുരുനാഥൻ കർത്താവും രാജാവും മഹാദൈവമായ യേശുക്രിസ്തുവാണ് അവർക്ക് മനസ്സിലായി.
അവർക്ക് മനസ്സിലായി കർത്താവിൽ വസിച്ചിരുന്ന ആത്മാവ് ആമേൻ അത് യഹോവയുടെ ആത്മാവായിരുന്നു, ജ്ഞാനത്തിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആത്മാവായിരുന്നു, ആലോചനയുടെയും ശക്തിയുടെ ആത്മാവായിരുന്നു, യഹോഭക്തിയുടെ ആത്മാവായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കി. ഇന്ന് എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് അത് കഴിയാത്തത്? ദൈവത്തിൻ്റെ ശുശ്രൂഷകർക്ക് പലർക്കും അത് കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? അത് നാം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പറഞ്ഞതുപോലെ കർത്താവ് വസിച്ചിരുന്ന അതേ ആത്മാവ് നമ്മൾ വസിക്കുന്നുവെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഈ കർത്താവിൽ വസിച്ചിരുന്ന ആത്മാവിനെക്കുറിച്ച്, കർത്താവ് ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് അത് നിങ്ങൾ പ്രസംഗത്തെ സാക്ഷീകരിക്കുക. അപ്പോൾ ഒരു സഭയ്ക്കകത്ത് ഒരു 50-60 വിശ്വാസി ഉണ്ടെങ്കിൽ 50-60 വിശ്വാസിയെ വെച്ച് പ്രസംഗിച്ച് അവരെ പ്രസംഗം കേൾപ്പിച്ചും അവരോട് ചേർന്ന് ആരാധന നടത്തിയും പോകാൻ മാത്രമല്ല, ഈ ജനത്തെ അവരെ പുറത്തോട്ട് ഇറക്കി അവരെ സുവിശേഷം പ്രസംഗിക്കാൻ അവരെ അഭ്യസിപ്പിക്കുകയും അതിനായിട്ട് അവരെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. ഒരിക്കലും നാം അങ്ങനെ ചെയ്യാതിരുന്നാൽ നമുക്ക് ചുറ്റും കിടക്കുന്ന ജനം, അവിടെ ഇവിടെയായി കിടക്കുന്ന ജനം, അവർക്ക് ഒരിക്കലും ഒരു രക്ഷയുണ്ടാകത്തില്ല. കർത്താവ് കാൽവരി ക്രൂശിൽ രക്ഷയ്ക്കായി വേണ്ടുന്നത് സകലതും ചെയ്തു. ഇനി ചെയ്യേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുള്ളതാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷകർക്കുള്ളതാണ്, കർത്താവിൽ വിശ്വസിക്കുന്ന ജനത്തിനുള്ളതാണ്. അപ്പോൾ കർത്താവിനെ പ്രസംഗിച്ച് സാക്ഷീകരിപ്പാനാണ് കർത്താവിൻ്റെ ആത്മാവിനെ നമുക്ക് തരുന്നത്. സഭയ്ക്കകത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിച്ചും ആരാധിച്ചും പോകാൻ മാത്രമല്ല, കർത്താവിനെ ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷിക്കാനും കൂടിയാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ വചനപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അവരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സർവ്വസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വീണ്ടെടുപ്പാൻ രക്ഷകനുമായ പ്രിയ യേശുവേ, നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച, അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിൻ്റെ ആത്മാവ് അങ്ങിൽ വസിച്ചിരുന്നതുപോലെ കർത്താവേ സ്വോത്രം ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ശക്തിയുടെ ആത്മാവിനാലും അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആത്മാവിനാലും യഹോഭക്തിയുടെ ആത്മാവിനും ഒക്കെ അങ്ങയുടെ ജനത്തെ നിറച്ച് യേശപ്പച്ച അങ്ങയുടെ ജനത്തിൻ്റെ പ്രമോദവും സന്തോഷവും ആനന്ദവും ക്രിസ്തുവിൽ തന്നെ ആയിരിക്കത്തക്ക നിലവാരത്ത് കർത്താവെ ഞങ്ങളോട് കരുണ തോന്നി അങ്ങയുടെ ആത്മനദി ഞങ്ങളിലേക്ക് ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരത്തിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ.